And welcome to the new video. In this video, I'll be deriving an expression for the dielectric strength in a single core cable and also will plot the variation of dielectric strength. So under operating conditions, the insulation of a cable is subjected to electrostatic forces that we all know. And this is known as dielectric stress. So ഈ electrostatic force in the stress ആണ് dielectric stress എന്ന് പറയുന്നത് normal operations current carry ചെയ്യുമ്പോൾ. And the dielectric stress at any point in a cable is in fact the potential gradient or electric intensity. സോ ഇപ്പോൾ ഈ ഡയലക്ട്രിക് എന്താ പറയുക സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി അതിലത്തെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് തന്നെയാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്, ഓർ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി തന്നെയാണ് ആ ഒരു പോയിന്റിലത്തെ. ഇപ്പോൾ നമ്മളൊരു ഇതാണ് കണ്ടക്ടർ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിൽ D/2 ആണ് റേഡിയസ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഷീറ്റിൻ്റെ കൂടി വരുമ്പോൾ ക്യാപിറ്റൽ D/2 എപ്സിലോൺ R ആണ് അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി ആയിട്ട് എടുത്തിട്ടുള്ളത് എന്ന് വിചാരിക്കുക. ഓക്കെ, now consider a single core cable with core diameter D and intersheath diameter D. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കോർ ഡയമീറ്റർ അതാണ് ഈ പോർഷൻ, നടുവിലത്തെ പോർഷൻ സ്മോൾ ഡി ആണ് എൻ്റെ ഡയമീറ്റർ. അപ്പോൾ റേഡിയസ് D/2, ഷീത്തിൻ്റെ ക്യാപിറ്റൽ D, സോ ക്യാപിറ്റൽ D/2. The electric field intensity at a point x meters from the center of the cable is given by, അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ന് എഴുതാം EX, ഏതെങ്കിലും ഒരു പോയിന്റിലത്തെ എക്സ് ഉള്ള പോയിന്റിലത്തെ EX എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, Q ഡിവൈഡഡ് ബൈ നമുക്ക് എന്താ 2π എപ്സിലോൺ 0 എപ്സിലോൺ R ഇൻറ്റു എക്സ്, ആ ഒരു ഡിസ്റ്റൻസ് അത്രയും വോൾട്സ് പെർ മീറ്റർ ആണ് വരുന്നത് അല്ലേ. ഇനി നമ്മളിവിടെ ബൈ ഡെഫിനിഷൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. അതുകൊണ്ട് തന്നെ therefore the potential gradient G at a point x meters from the center of the cable. ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഇപ്പോൾ നമ്മൾ എടുക്കുകയാണ് എക്സ് മീറ്റർ ഡിസ്റ്റൻസിൽ, സെൻറ്ററിൽ നിന്ന് എക്സ് മീറ്റർ ഡിസ്റ്റൻസിലുള്ള പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിട്ട് വരും, സെയിം തന്നെയായിട്ട് വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എഴുതാതെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് at a point say x meters from the center. നമുക്ക് എന്താ കിട്ടുക, സെയിം ആണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് G എന്നാണ് വിചാരിക്കുക. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റിനെ സ്മോൾ ലെറ്റർ G വെച്ചിട്ടാണെങ്കിൽ ദാറ്റ് G വിൽ ബി ഈക്വൽ ടു വാട്ട്, EX. G ഈക്വൽ ടു EX തന്നെ വരും. therefore G ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, നേരെ മേലെ എഴുതിയിട്ടുള്ള എക്സ്പ്രഷൻ തന്നെ, Q ഡിവൈഡഡ് ബൈ 2π എപ്സിലോൺ 0 എപ്സിലോൺ R ഇൻറ്റു എക്സ്, അത്രയും വോൾട്സ് പെർ മീറ്റർ തന്നെയാണ് എന്തും വരിക, G വരിക. സോ EXും Gയും സെയിം ആണെന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഇതിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടറും ഷീറ്റും തമ്മിലുള്ള. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടേക്ക് എടുത്ത് എഴുതുന്നു. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടക്ടർ, അതേ കേസ് തന്നെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, അതായത് റേഡിയസ് ഡയമീറ്ററുകൾ തന്നെയാണല്ലോ കണ്ടക്ടർ ആൻഡ് ഷീറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്താ സെയിം ഇത് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. സോ V ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന എക്സ്പ്രഷൻ എന്തായിരുന്നു, Q ഡിവൈഡഡ് ബൈ 2π എപ്സിലോൺ 0 എപ്സിലോൺ R ln D/D, അത്രയും വോൾട്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇതാണ് അതിനുള്ള എക്സ്പ്രഷൻ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ Gയുടെ എക്സ്പ്രഷൻ, Vയുടെ എക്സ്പ്രഷൻ ആണ് ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ therefore we can write Q, ഇതിൽ നിന്ന് Q എഴുതി കൂടെ, ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് Q ഈക്വൽ ടു എന്താണെന്ന് എഴുതാമല്ലോ, ഈ ഒരു എക്സ്പ്രഷൻ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമ്പറിങ് ചെയ്യാം. ഇതിൽ നമ്മുടെ ആദ്യം നിൽക്കുന്ന ഈ ഒരു എക്സ്പ്രഷന് തൽക്കാലം എൻ്റെ Gയുടെ ആദ്യത്തെ എക്സ്പ്രഷൻ ഞാൻ 1 എന്ന് കൊടുക്കുന്നു. ഓക്കെ,
ഇനി 1 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ എനിക്ക് എന്ത് റീഅറേഞ്ച് ചെയ്ത് ഈ ക്യൂ ഇവിടെ നിർത്തി ബാക്കിലൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ക്യൂ ഈക്വൽ ടു എഴുതാം. സോ ക്യൂ വിൽ ബി ഈക്വൽ ടു 2π എപ്സിലോൺ 0 എപ്സിലോൺ ആർ വി ഡിവൈഡഡ് ബൈ എൽ എൻ ഡി ബൈ ആർ. ഒന്നും ചെയ്തിട്ടില്ല, എൽ എൻ ഡി ബൈ ഡി ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു റീഅറേഞ്ച് ചെയ്യൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് ക്യൂവിൻ്റെ വാല്യൂ. അപ്പോൾ അതിന് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 എന്നുള്ള രീതിയിൽ നമുക്ക് വിളിക്കാം. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തൊരു ഇതിലേക്ക് ആക്കാമെന്ന് മാത്രമല്ല. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഈ ക്യൂയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1, 1ൽ ക്യൂവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജിക്ക് ഒരു വേറെ എക്സ്പ്രഷനിലേക്ക് കൊണ്ടുവരാം. സോ ജി വിൽ ബി ഈക്വൽ ടു 2π എപ്സിലോൺ 0 എപ്സിലോൺ ആർ ക്യാപിറ്റൽ വി ഡിവൈഡഡ് ബൈ എൽ എൻ d by d divided by 2π എപ്സിലോൺ 0 എപ്സിലോൺ ആർ ഇൻറ്റു എക്സ് കിട്ടും. അല്ലെങ്കിൽ അത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് എഴുതാം, വി ഡിവൈഡഡ് ബൈ എക്സ് എൽ എൻ ഡി ബൈ ഡി. ഇത്രയാണ് ജി വരിക, അത്രയും വോൾസ് പെർ മീറ്റർ. ഇതാണ് നമുക്ക് ജിയുടെ എക്സ്പ്രഷൻ വരുന്നത്. ഇപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് എക്സ്പ്രഷൻ 3 എന്ന് വിളിക്കണമെങ്കിൽ വിളിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ജി എന്ന് പറഞ്ഞാൽ ഇ എക്സ് ആണ്. അപ്പോൾ ഇ എക്സിൻ്റെ എക്സ്പ്രഷൻ എഴുതി, നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ എക്സ്പ്രഷൻ അറിയാമെന്ന് കണ്ടക്ടറും ഷീറ്റിൻ്റെയും അതിൽ നിന്ന് ക്യൂ കണ്ടുപിടിച്ചു, ജിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ജിക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി നിൽക്കുകയാണ്. ഓക്കെ, സോ ഈ എക്സ്പ്രഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മനസ്സിലാക്കാം എന്താ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്റ്റൻസ് ആണല്ലോ. സോ ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് വാരീസ് ഇൻവേഴ്സ്ലി ആസ് ദ ഡിസ്റ്റൻസ്. സോ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് വാരീസ് ഇൻവേഴ്സ്ലി ആസ് ദ ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ അവിടുന്ന് പറയാം. അതായത് ജി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/x അല്ലേ, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്ന റിലേഷൻ എന്ന് പറയുന്നത്. ഇൻവേഴ്സ് ആയിട്ടാണ് വേരിയേഷൻ വരുന്നത്. ഫോർ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ വിൽ ബി മാക്സിമം വെൻ എക്സ് ഈസ് മിനിമം അല്ലേ. മാക്സിമം വരാൻ പോകുന്നത് എപ്പോഴാണ്, എക്സ് മിനിമം ആകുമ്പോഴാണ്. സോ എക്സ് മിനിമം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയായിരിക്കും, നമ്മുടെ കണ്ടക്ടറിൻ്റെ സർഫസിൽ വരുമ്പോഴായിരിക്കും. ദാറ്റ് ഈസ് വെൻ എക്സ് ഈക്വൽ ടു സ്മോൾ ഡി ബൈ 2. ഇവിടെ നിന്ന്, അതായത് ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ പറയുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എവിടെയുള്ളൊരു പോയിന്റ് ആയിരുന്നു. അപ്പോൾ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റാണ്, എവിടെയാണ് വരിക. ഓക്കെ, അപ്പോൾ മാക്സിമം എവിടെയായിരിക്കും വരും. ഓൺ ദ അതർ ഹാൻഡ് ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ വിൽ ബി മാക്സിമം ആൻഡ് എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ബൈ 2. അതായത് ഇതിൻ്റെ ഷീറ്റിൻ്റെ സർഫസിൽ, കണ്ടക്ടർ സർഫസിൽ മിനിമം, ഷീറ്റിൻ്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും മാക്സിമം വരും പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. അത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ മിനിമം, ഇവിടെ മാക്സിമം വരും അല്ലേ. അപ്പോൾ അത് ഇൻവേഴ്സ് വേരിയേഷൻ ആണെന്നും നമുക്ക് അറിയാം. അപ്പോൾ അത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇതാണ് ഇപ്പോൾ പ്ലോട്ട് ചെയ്യണമെങ്കിൽ ജി വേഴ്സസ് എക്സ് എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ഇത്രയും പോയിന്റിൽ കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ എടുക്കാം. ഇവിടെയാണ് എന്താ മാക്സിമം വാല്യൂ എങ്കിൽ ഇവിടുന്ന് എന്താ പറയുക, ഇവിടുന്ന് അങ്ങോട്ട് പോകും തോറും ഈ പോയിന്റിൽ മാക്സിമം, ഇവിടുന്ന് അങ്ങോട്ട് പോകും തോറും എന്തായിട്ട് വരും, കുറഞ്ഞ് വരും, മിനിമം ആയിട്ട് വരും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ഇപ്പോൾ റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നുള്ള രീതിയിൽ അത് റെഡ്യൂസ് ചെയ്ത് വരും. ഇതാണ് ഇതിൻ്റെ കർവ് വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ വേണമെങ്കിൽ നമുക്ക് അതേപോലെ എഴുതാവുന്നതാണ്. അപ്പോൾ അത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ജി മാക്സ് ജി മിനിമം എന്നുള്ള രീതിയിൽ എഴുതാം. സോ ജി മാക്സ് വിൽ ബി ഈക്വൽ ടു എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സ്മോൾ ഡി ബൈ 2. അപ്പോൾ ഈ എക്സിന് പകരം ഡി ബൈ 2, സ്മോൾ ഡി ബൈ 2 വരും. സോ 2 മേലേക്ക് എടുക്കാം. സോ 2v ഡിവൈഡഡ് ബൈ സ്മോൾ ഡി എൽ എൻ ഡി ബൈ ഡി. അത്രയും വോൾട്ട് പെർ മീറ്റർ ആണ് ജി മാക്സ് വരിക. അതേപോലെ ജി മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഡി ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 2v ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി എൽ എൻ ഡി ബൈ ഡി, അത്രയും വോൾട്ട് പെർ മീറ്റർ ആണ് നമുക്ക് വരിക. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ അതിലെ പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പോൾ ഇതിൽ നിന്ന് എന്താ നമുക്കിപ്പോൾ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു റേഷ്യോ വേണമെങ്കിൽ ഇവിടെ എടുക്കാം. ജസ്റ്റ് ഇതിനൊന്നും കൂടെ ഞാൻ നീക്കി വെക്കണ്ടേ. അതായത് ഇതിൽ നിന്ന് ഞാൻ എഴുതാമെന്ന് വിചാരിക്കുക, എന്ത്, ജി മാക്സ് ഡിവൈഡഡ് ബൈ ജി മിനിമം എടുത്തപ്പോൾ എനിക്ക് എന്താ കിട്ടുക, ജസ്റ്റ് ക്യാപിറ്റൽ ഡി ഡിവൈഡഡ് ബൈ സ്മോൾ ഡി എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോൾ വേരിയേഷൻ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണിക്കുന്നതാണ് ഇതിൻ്റെ വേരിയേഷൻ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മാക്സിമം, ഇവിടെ മിനിമം എന്നുള്ള രീതിയിൽ അല്ലേ. സോ ഇപ്പോൾ ഡൈലക്ട്രിക് സ്ട്രെങ്ത് ഈസ് മാക്സിമം അറ്റ് ദ കണ്ടക്ടർ സർഫസ് ആൻഡ് it value keeps on decreasing as we move away from the conductor to the surface അല്ലേ. And it may be noted that the maximum stress is
ഓക്കെ, അപ്പോൾ മാക്സിമം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് എ കേബിൾ ഈസ് ടു ബി ഓപ്പറേറ്റഡ് സച്ച് ദാറ്റ് voltage that the maximum stress is 5 kV per millimeter. 5 kV per millimeter ആണ് മാക്സിമം സ്ട്രെസ് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസുലേഷൻ വേണ്ടി വരും നമ്മൾ ഉപയോഗിക്കാൻ. So the dielectric strength should be at least 5 kV per millimeter. Otherwise, the breakdown of the cable will be happening. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളത് സ്ട്രെങ്ത് നോക്കിയിട്ട് വേണം കേബിളൊക്കെ ചൂസ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രേഡിയൻറ്റ് പ്ലോട്ട് വരുന്നത്. മാക്സിമം ഇവിടെ മിനിമം ഇങ്ങോട്ട് പോകുന്നത്. അതിൻ്റെ റിലേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇക്വേഷൻസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും ഉണ്ടായിരിക്കും.